താമരേൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടപ്പോൾ ഒരാൾ എന്നോട് ആദിൽ കുഞ്ഞനാന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് താമര വരയ്ക്കുന്ന കാണിച്ചു തരാമോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കാണിക്കാം. പിന്നെ എനിക്ക് ഇന്നലെ അത് ഇട്ടപ്പോൾ ഒരു ഓർഡർ വന്നു, അത് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സെറ്റ് സാരിയിൽ ഇങ്ങനെ വർക്ക്, താമരേൻ്റെ വർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ല സത്യത്തിൽ. എന്നാലും ഞാൻ പറ്റിയാൽ ചിലപ്പോൾ ചെയ്ത് കൊടുക്കും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഒന്നും കൂടി 2-3 തവണയൊക്കെ വരച്ച് പഠിച്ചതിന് ശേഷം ഞാൻ ഓർഡർ എടുത്ത് ചെയ്യുള്ളൂ. ഞാനും വിചാരിച്ചു നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ആവുമെങ്കിൽ, എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു സഹായമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ തന്നെ കാണണമെന്ന് ഞാൻ ആരോടും പറയില്ല. കാരണം ഞാനത് ഇങ്ങനെ പക്കായിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. എല്ലാം ഒരു ഡാൻസും ഈ വരയൊക്കെ ഒരു ഒപ്പിക്കലാണ്. പിന്നെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ പുറത്തേക്ക് ഇപ്പോൾ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ചെയ്തിടാമല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു പെയിൻറ്റിങ് ഒന്നും ചെയ്ത ഡ്രസ്സൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിപ്പോൾ സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ടപ്പോൾ ഇരട്ടി സന്തോഷം. അതിലേറെ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ഇന്നലെ അത് ഇട്ട സമയത്ത്. എനിക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, അത്ര സന്തോഷം. അപ്പോൾ വേണ്ട, വലിച്ചു നീട്ടണ്ട. ഞാനിത് ഈ 2 കളറാണ് താമരയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഫാബ്രിക് പെയിൻ്റാണിത്. ഇതൊരു സെറ്റ് ബോക്സായിട്ട് വാങ്ങാൻ കിട്ടും. അതിന് 200 സംതിങ് എന്തോ റേറ്റ് വരുന്നുണ്ട്. ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് എനിക്ക് വേണ്ട കളർ ഉണ്ടായിരുന്നില്ല. ഈ കളർ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇതിന് 25 രൂപയായിരുന്നു സെപ്പറേറ്റ് കളർ വാങ്ങുമ്പോൾ. ഇത് വരുന്നത് ക്രിംസൺ, ഇത് ക്രിംസൺ റെഡാണ് കേട്ടോ. ക്രിംസൺ റെഡും വൈറ്റും, ഇത് രണ്ടും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് താമരയുടെ കളർ, ആ പിങ്ക് കളർ കൊടുക്കുന്നത്. പിന്നെ അറിയുന്നവരൊക്കെ ക്ഷമിക്കണം കേട്ടോ, പൊട്ടത്തരം പറയുന്നതല്ല, നമുക്കറിയാവുന്ന പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതിൽ എൻ്റെ വർക്കിൽ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാമല്ലോ. അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഔട്ട്ലൈൻ വരയ്ക്കുന്നത് നമുക്ക് പിൻട്രസ്റ്റ് ആപ്പ് ഉണ്ടല്ലോ, അതിൽ ഇഷ്ടംപോലെ ഔട്ട്ലൈൻസ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മളെ ട്രേസിങ് പേപ്പർ കിട്ടും. നമ്മളെ കാർബൺ പേപ്പർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ മഞ്ഞ കളർ പേപ്പർ കിട്ടും, ട്രേസിങ് ഷീറ്റ്. അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് തുണിയിൽ വരച്ചു കൊടുക്കാം. അങ്ങനെയും വരയ്ക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. ഞാനതുകൊണ്ട് പെൻസിൽ വെച്ചിട്ട് ചുമ്മാ ഒരു താമര വരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാര്യമായിട്ട് ചെയ്യാനെങ്കിൽ ഉദ്ദേശിക്കുന്ന ട്രേസിങ് ഷീറ്റ് വാങ്ങുക. പിൻട്രസ്റ്റിൽ നിന്ന് ഇതിൻ്റെ ഔട്ട്ലൈൻ എടുത്തിട്ട് പിന്നെ ഹൂപ്പ് ഉണ്ടല്ലോ, എംബ്രോയ്ഡറി ഹൂപ്പിൽ തുണി ഫിക്സ് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരച്ചെടുത്താലും മതി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വരച്ച് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്തേക്ക് ഈ 2 ബ്രഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴയ കഷ്ണം തുണിയാണ് വേണ്ടത്. അപ്പം ഇത്രയും എടുത്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കളറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. ഞാൻ ഇതിനകത്ത് ചെയ്തിട്ട് കളറൊക്കെ ഒട്ടിയിട്ടാണ് ഉള്ളത് കേട്ടോ. നമുക്ക് വേറൊരു ഇത് കളറ് മിക്സ് ചെയ്യുന്ന പാലറ്റ് വാങ്ങാൻ കിട്ടും. അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഞാനിതിലങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാക്കി പണിയിലേക്ക് നോക്കാം. അപ്പം നമുക്ക് ചെയ്യേണ്ട ക്ലോത്ത് ഇതുപോലെ ഹൂപ്പിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഹൂപ്പിൽ ഇങ്ങനെയാണോ ഫിക്സ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഔട്ട്ലൈൻ വരച്ചെടുക്കണം. ഔട്ട്ലൈൻ വരച്ചെടുക്കാനെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ട്രേസിങ് പേപ്പറൊക്കെ ഉപയോഗിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഓരോ ഇതള് വീതം ചെയ്യണം. അപ്പോൾ ഓരോ ഇതള് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടേ നമ്മൾ മറ്റത് അടുത്തതിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഈ വൈറ്റ് ബേസ് അങ്ങ് ഉണങ്ങിപ്പോകും. അപ്പോൾ എല്ലാ പെറ്റലും ചെയ്യുമ്പോഴും ഇതുപോലെ വൈറ്റ് ബേസ് നല്ല വൃത്തിയായിട്ട് കൊടുക്കണം. കുറേശ്ശേ കൊടുക്കാൻ പാടുള്ളൂ, ഒത്തിരി ഒന്നും വലിച്ചുവാരി കൊടുക്കല്. അപ്പം ഒരു വൃത്തികേടായി പോകും. പെയിന്റ് ഇങ്ങനെ ഉണങ്ങിപ്പിടിക്കുമ്പോൾ ഒരുമാതിരി ഓവറായിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് ക്രിംസൺ റെഡ് എടുത്തിട്ട് നമ്മൾ ബ്രഷിൻ്റെ അറ്റത്ത് വളരെ കുറച്ച് മാത്രം മുട്ടിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് ഈ താമരേൻ്റെ ഇതളിൻ്റെ അറ്റത്തേക്ക് തേച്ച് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഈ ബ്രഷ് വെച്ചിട്ട്, ഇതിപ്പോൾ ഞാൻ 000 സൈസ് റൗണ്ട് ബ്രഷാണ് എടുത്തത്. എന്നിട്ട് ആ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഈ പെയിന്റിൽ മുക്കിയിട്ടുണ്ടായിരുന്നില്ലേ ബ്രഷ്, അതുകൊണ്ട് ആ ബ്രഷ് ഒന്ന് കഴുകിയിട്ട് നല്ലപോലെ ബ്രഷ് തുടച്ചെടുക്കണം. ബ്രഷിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല, പെയിന്റിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ പണ്ടൊക്കെ കളർ കൊടുക്കൂലേ,
അതുപോലെ കളർ കൊടുക്കണം. അതിൻ്റെ ഒരറ്റത്ത് കുറച്ച് കളർ അധികം നിർത്തിയിട്ട് ബാക്കി ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരണം. അതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രഷ് വൃത്തിയാക്കണം കേട്ടോ. ബ്രഷ് ഒന്ന് കഴുകിയിട്ട് ബ്രഷ് ആ തുണി വെച്ചിട്ട് വെള്ളം തീരെ ഇല്ലാത്ത രീതിയിൽ ബ്രഷ് തുടച്ചെടുക്കണം. എന്നിട്ട് വേണം വീണ്ടും ബ്ലെൻഡ് ചെയ്യാൻ. അങ്ങനെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മളെ ഇഷ്ടമാണ് എത്രത്തോളം വേണം എന്നുള്ളത്. ഈ അടിഭാഗത്ത് കുറച്ചൊരു വൈറ്റ് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. നമ്മളെ താമരയ്ക്ക് എപ്പോഴും ഒരു വെള്ള കളർ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വൈറ്റിനെ അങ്ങനെ നിർത്തുന്നത്. അപ്പൊ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അടിഭാഗത്ത് ചെറുങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ രണ്ടാമത്തെ കോട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രഷിൻ്റെ അറ്റത്ത് വളരെ കുറച്ച് മാത്രം, എന്താ ഒരു പൊട്ട് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ പെയിൻറ്. ആ പെയിൻറ് നമുക്ക് ഇതിൻ്റെ ടിപ്പിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എപ്പോഴും ബ്രഷ് ക്ലീൻ ആക്കണം കേട്ടോ. അല്ലെങ്കിൽ കളറുകൾ ഒരുപാട് കൂടിപ്പോവും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബ്ലെൻഡായി കിട്ടൂല. വെള്ളമൊക്കെ ഇരുന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ തുണിക്കകത്ത് അങ്ങ് വല്ലാണ്ട് അങ്ങ് കളറങ്ങ് പടരും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കളർ പടർന്നു പോകും. അതുകൊണ്ടാണ് വെള്ളം തീരെ ബ്രഷിൽ ഉണ്ടാവാൻ പാടില്ല, വെള്ളത്തിന്റെ മയമേ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ കറക്കിയിട്ടോ നീളത്തിൽ ഇങ്ങനെ വരച്ചിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളൊരു ഐഡിയ ആണ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യേണ്ട പണിയല്ലേ. അപ്പൊ നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ അതിൽ കിട്ടുന്നുണ്ട് അത് നോക്കിയിട്ട് അത്രത്തോളം ചെയ്യുക. ഇനി എത്ര കോട്ട് വേണേലും കൊടുക്കുക, പക്ഷെ ഓവർ ആക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. 2-3 കോട്ട് കൊടുക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും രസം കാണാൻ. ഇനി നമ്മൾ താമരയ്ക്ക് അടുത്ത കോട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അടുത്ത കോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ താമരപ്പൂ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഈ എതളിൻ്റെ അറ്റത്ത് ഒരു ഡാർക്കർ ഷെയ്ഡ് ഉണ്ടാവില്ലേ എപ്പോഴും താമരയ്ക്ക്, ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ക്രിംസൺ റെഡ് ഉണ്ടല്ലോ, ഈ ക്രിംസൺ റെഡ് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു തന്നാൽ ഒരു 90% നമ്മൾ ക്രിംസൺ റെഡാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ബ്രഷിൽ ഒരു 90% ക്രിംസൺ റെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 10% മാത്രം ബ്ലാക്ക് കളറും കൂടി എടുക്കണം. ഈ ബ്ലാക്കും ഈ ക്രിംസൺ റെഡും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പണ്ടൊക്കെ പണ്ട് പൊട്ട് തൊടാനൊക്കെ ഒരു സിംഗാർ നമ്മൾ വാങ്ങലില്ലായിരുന്നോ, ആ സിംഗാറിന്റെ ഒരു മറൂൺ ഷെയ്ഡ് നമുക്ക് കിട്ടണം. അപ്പൊ കറുപ്പ് അധികം ആയി പോയാൽ കൊള്ളൂല കേട്ടാ, കറുപ്പ് അധികം കൂടി നിൽക്കാൻ പാടില്ല അതിനകത്ത്. അപ്പൊ ഈ 2 കളർ മിക്സ് ചെയ്യുമ്പോൾ ബ്രഷൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം. ഒന്നുകൂടി ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ ബ്രഷ് ക്ലീൻ ആക്കാണ്ട് ചെയ്താൽ മൊത്തം കുളമായി പോവും. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മെറൂൺ കളർ ആക്കിയിട്ട് ഇനി അത് വേണം നമുക്ക് അടുത്ത 3-ാമത്തെ കോട്ടായിട്ടോ 4-ാമത്തെ കോട്ടായിട്ടോ ഈ പെറ്റലിൽ കൊടുക്കാൻ. അപ്പം ഞാൻ ഏകദേശമൊക്കെ മിക്സ് ആക്കി നോക്കുന്നുണ്ട്. എനിക്ക് ചില സമയത്ത് എനിക്കിത് തീരെ പറ്റത്തില്ല കേട്ടോ. ഞാനിതാക്കി വരുമ്പോൾ വേറെ ഏതെല്ലോ കളർ വരും, ചിലപ്പോൾ കറുത്തിരിക്കും, ചിലപ്പോൾ കാപ്പിപ്പൊടി കളറാവും. പിന്നെ ഇനി കുറച്ച് ഇങ്ങനെയൊക്കെ കളർ വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രിംസൺ റെഡ് കൂട്ടിയിട്ട് നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച ആ കളറിലേക്ക് കൊണ്ടുവരണം. അപ്പം എനിക്ക് ഈ കളറിൻ്റെ ഇങ്ങനത്തെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പരിപാടിയൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാനും നിങ്ങളോട് അത്രയ്ക്ക് അങ്ങ് ആധികാരികമായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇപ്പൊ ഏകദേശം ഒരു മെറൂൺ ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ഈ പെറ്റലിന് കൊടുക്കാൻ പോകുന്ന അടുത്ത ഷെയ്ഡ്, അടുത്ത കളറ്. ഞാനതിലിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് ക്രിംസൺ റെഡ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ ആക്കിയെടുത്തപ്പോൾ അതൊരു കാപ്പിപ്പൊടി കളറിൽ തന്നെയാണ് കണ്ടത്. അപ്പം ഞാൻ ഇത്തിരി പുരട്ടി നോക്കിയിട്ട് എനിക്കങ്ങോട്ട് സൂചിച്ചില്ല, ഞാൻ അതുകൊണ്ട് ഇത്തിരിയും കൂടി കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു മെറൂൺ ഷെയ്ഡ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഈ പെറ്റലിൽ വീണ്ടും ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അറ്റത്ത് കുറച്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം നന്നായിട്ട് ബ്രഷിൽ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം. ഇത് എത്രത്തോളം നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. കാരണം അപ്പോഴേ നമ്മളെ താമര പൂ കാണുമ്പോൾ അതിനൊരു ഒറിജിനാലിറ്റി ഫീൽ വരുള്ളൂ കേട്ടോ. ഇതൊക്കെ കുറച്ച് പണിയാണ്, കുറച്ച് നേരം ഇരിക്കേണ്ടി വരും. ഞാനിത് തന്നെ കുറേ ദിവസം എടുത്തിട്ടാണ് ചെയ്ത് തീർത്തേ. എനിക്ക് ആകെപ്പാടെ ലാസ്റ്റ് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചാണ് താമര വരച്ചെടുത്തത്. നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഒരു ഫീല് വരുള്ളൂ, ഒറിജിനാലിറ്റി ഫീല് വരുള്ളൂ. ഞാൻ ഇനി അധികം പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ പണി ശരിക്കും ഇതിന്. ഇനി ഈ ഒരു കോട്ട് കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടി ക്രിംസൺ റെഡ് തന്നെ എടുത്തിട്ട് വീണ്ടും ഒരു കോട്ടും കൂടി കൊടുക്കുന്നുണ്ട്. ക്രിംസൺ റെഡിന്റെ കോട്ടിങ്ങും കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ച് നമുക്കിപ്പോൾ പെറ്റൽ കുറച്ച് ചരിഞ്ഞു, ഇപ്പോൾ ഒരു വലതു ഭാഗത്തേക്ക് ചരിഞ്ഞാൽ നിൽക്കുന്നെങ്കിൽ ഇടത് ഭാഗത്ത് കുറച്ച് കളർ ഇങ്ങനെ കൂടുതലാക്കി നിർത്തിയാൽ ആ
ആ ഏതെങ്കിലും ഒരല്പം ഒരു സൈഡിലേക്ക് ഒരു വശത്തേക്ക് ചരിഞ്ഞ് നിൽക്കുന്ന ഫീല് കൊണ്ടുവരാൻ പറ്റും നമുക്ക്. അപ്പൊ ആ ഭാഗത്ത് കുറച്ച് കളർ ഷെയ്ഡിങ് കൂടുതലും ഇപ്പുറത്തെ ഭാഗത്ത് കുറച്ച് കളർ ഷെയ്ഡിങ് കുറച്ചും കൊണ്ടുവന്നാൽ അത് ആയി വരുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഈ ക്രിംസൺ റെഡും വൈറ്റും കൂടിയിട്ട് ഈ പാലറ്റിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പം ഭയങ്കര ഒരു പിങ്ക് കളർ, നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പിങ്ക് കളർ കിട്ടും. ആ പിങ്ക് കളർ വെച്ചിട്ട് വളരെ അങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ലൈൻസ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഔട്ട്ലൈൻ വേണമെങ്കിൽ, ഇപ്പം ചിലർ നമ്മൾ കണ്ടിട്ടുണ്ട് വരയ്ക്കുന്നതിനകത്ത് ഇങ്ങനെ ഈ ഔട്ട്ലൈൻ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടാവും. ശരിക്കും താമരയ്ക്ക് അങ്ങനത്തെ ഔട്ട്ലൈൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ ഔട്ട്ലൈൻ വേണം എന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്താൽ ആ താമരേൻ്റെ ഇതളൊന്ന് എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. പക്ഷേങ്കിൽ ഒറിജിനൽ താമരയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒരു കോട്ടിങ്ങും കൂടി കൊടുത്ത് ഞാനിപ്പോൾ ഇവിടുത്തെ പണി ഏകദേശം അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഒരു പെറ്റല്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പെറ്റലിൻ്റെ അടിയിൽ, ഇനി ഈ പെറ്റലിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒറിജിനാലിറ്റി ഫീലൊക്കെ വരണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ആ വൈറ്റ് പോർഷൻ വരുന്ന ഭാഗത്ത് നമുക്ക് താമരപ്പൂവിൻ്റെ അടിയിൽ ഒരു മഞ്ഞ നിറം കാണാൻ പറ്റില്ലേ? അപ്പം അത് വേണമെങ്കിൽ നമുക്ക് ഈ എന്താണ് യെല്ലോ കളർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള ഗോൾഡൻ യെല്ലോയ്ക്കകത്തുനിന്ന് വളരെ പൊട്ടുപോലെ ഒരു മഞ്ഞ കുത്തും. പിന്നെ വേണമെങ്കിൽ ഒരു സാപ്പ് ഗ്രീൻ ഉണ്ടല്ലോ അതിനകത്തുനിന്ന് ഒരു ലേശവും കൂടി എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഈ രണ്ട് കളറും എടുത്ത് കാണിക്കാൻ പാടില്ല കേട്ടോ, അതൊക്കെ കുറച്ച് റിസ്ക് ആണ്. ഞാനും അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം ഈ വരച്ചതിനകത്തൊന്നും ഞാൻ കൊടുത്തില്ല. ആദ്യം വരച്ച താമരയ്ക്ക് മാത്രമേ ഞാൻ അങ്ങനെ ഒരു മഞ്ഞ കളറിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളൂ. അത് വേണേ കൊടുക്കാം, കൊടുക്കാതിരിക്കുക, അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. കേട്ടോ, അതാ ഞാൻ പച്ചയാണ് കൊടുത്തത്. ഇനിയിപ്പോൾ മഞ്ഞയും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇത് വേണേ കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇത് ഉണ്ടെങ്കിൽ ഒരു ഒറിജിനാലിറ്റി ഫീല് വരും. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം അത് ചെയ്തിട്ട് ആ പാടെ അലമ്പായിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, ഇത് കുറച്ച് റിസ്കി പരിപാടിയാണ്. വേണേ താമര മൊത്തത്തിൽ കുളമാകാനുള്ള ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ അടിച്ച് നിർത്താം. അതിനുശേഷം ഓരോരോ പെറ്റൽ ഇതുപോലെ തന്നെ പെറ്റലിൻ്റെ ചരിവൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ താമര ഏകദേശം റെഡി ആവും കേട്ടോ. പിന്നെ താമരേൻ്റെ തണ്ടുണ്ട്, ഇനി തണ്ടും ഇലയൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പം ഇത് കുറച്ച് ലോങ് വീഡിയോ ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. വേണമെങ്കിൽ അത് അടുത്ത പാർട്ടിൽ വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ ഈ താമര വരയ്ക്കുന്നത് കാണിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അതാ ഉദ്ദേശിച്ചത് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, ഏകദേശം പരിപാടിയൊക്കെ തീരാനായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ബാക്കി പെറ്റലും കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം നമ്മുടെ പെറ്റൽ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ട, ഒരു പെറ്റൽ നമ്മൾ ഇങ്ങനെയാണ് വരച്ചെടുത്തത്. ഇതിനകത്ത് ഇനിയും എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം, ഷെയ്ഡ് കൂട്ടാം കുറയ്ക്കാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇലയൊക്കെ വരയ്ക്കാനുണ്ട്, ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ദാ ഇനി നമ്മൾ ഈ പെറ്റൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തണ്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാപ്പ് ഗ്രീൻ ഉണ്ടല്ലോ, സാപ്പ് ഗ്രീൻ എന്നുള്ള കളർ വാങ്ങാൻ കിട്ടും. ഈ സാപ്പ് ഗ്രീൻ തണ്ടിന്റെ ഒരു വശത്തേക്ക് കുറച്ച് സാപ്പ് ഗ്രീൻ എടുത്തിട്ട് നമ്മളിങ്ങനെ തണ്ടിന്റെ നീളത്തിന് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിന്റെ മറു സൈഡിൽ, അതായത് ഇപ്പം ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടോ, ഇപ്പോൾ ഒരു സൈഡാണ് ഞാനിപ്പോൾ സാപ്പ് ഗ്രീൻ കൊടുത്തത്. ഈ സാപ്പ് ഗ്രീൻ കൊടുത്തതിനോട് ചേർന്ന് തന്നെ നമ്മളുടെ ഗോൾഡൻ യെല്ലോയും കൂടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ വേഗം വരച്ചു കൊടുക്കണം. ഈ കളറൊന്നും ഉണങ്ങി പോകാൻ പാടില്ല കേട്ടോ. ഈ കളറൊക്കെ ഉണങ്ങിപ്പോയാൽ നമുക്ക് ബ്ലെൻഡിങ് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് ഇനി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ യെല്ലോയും കൂടി കൊടുക്കുന്നുണ്ട്. യെല്ലോയും കൊടുത്ത് ഇത് നന്നായിട്ട് ഈ രണ്ട് കളറും കൂടി ബ്ലെൻഡ് ചെയ്യണം. അപ്പോഴാണ് തണ്ടിൻ്റെ ഒരു കറക്റ്റ് ഒരു ഭംഗിയിൽ നമുക്ക് ആ തണ്ടിനെ വരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇപ്പം ഞാൻ വരച്ച തണ്ട് കുറച്ച് മിസ്റ്റേക്ക് ആയിപ്പോയി. ഇനി ഞാൻ വേറെ അടുത്ത വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഇലയും തണ്ടും കറക്റ്റായിട്ട് വരയ്ക്കുന്ന ആ വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് എനിക്കും പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ബ്ലെൻഡിങ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇനി ഈ ഗോൾഡൻ എല്ലാം കൂടി കൊടുത്ത് ബ്ലെൻഡ് ചെയ്താൽ നമ്മുടെ തണ്ടിന്റെ പരിപാടിയും തീർന്നിട്ടുണ്ട്. അപ്പൊ തണ്ട് ഏകദേശം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തണ്ടിൻ്റെ നിങ്ങൾ നോക്കണ്ട, തണ്ടും ഇലയും കൂടി ചെയ്യുന്നത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഫൈനൽ ഔട്ട്ലുക്ക് ഇത്രയാണ് പെറ്റൽ ചെയ്ത് വെച്ചത്. പിന്നെ കറക്റ്റായിട്ട് ഫാബ്രിക് പെയിന്റിങ്ങിന്റെ കറക്റ്റ് മെത്തേഡിലൊന്നും അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നല്ല ഗ്രാൻഡായിട്ട് ഉണ്ടാവും. കുറച്ച് നേരം സമയം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിതിൻ്റെ ബാക്കി പാർട്ടും കൂടി ഇടാം. അപ്പോൾ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.